12-ാം അധ്യായത്തിൻ്റെ 32-ാം വാക്യമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം ആരെങ്കിലും ഒരാൾ ശബ്ദമുയർത്തി ഒന്ന് വായിച്ചു തന്നാൽ സന്തോഷമായിരിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 32-ാം വാക്യം ഇവിടെ വായിക്കുന്നു. യോഹന്നാൻ 12:32. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും എന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. അതരങ്ങൾ തുറന്നൊന്ന് പ്രാർത്ഥിക്കാമോ? സ്തോത്രം പറഞ്ഞൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ, ഞങ്ങൾക്ക് വേണ്ടത് ദേശത്തോട് സംസാരിക്കേണ്ടത് ഇന്ന് രാത്രി അടിയിലൂടെ സംസാരിക്കണമേ. മാനുഷിക ശബ്ദമല്ല, ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ, ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഈ ദേശത്തോട് സംസാരിക്കാൻ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ദൂത്, ലോകത്തിലെ നിരവധി പ്രിയപ്പെട്ടവർ മാധ്യമങ്ങളിലൂടെ നേരിട്ടൊക്കെ സംസാരിക്കുന്നതും പറയുന്നതും ഞാൻ കേട്ടൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരവാണ്. ചോദ്യം ഇതാണ്: ജനലക്ഷങ്ങൾ യേശുവിനാൽ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? അപ്പം സാധാരണ സെൻട്രൽ കൺവെൻഷനുകളിൽ ആ ഒരു തലത്തിലല്ല സംസാരിക്കാറുള്ളത്. പക്ഷെ നിലമേൽ സെൻട്രൽ കൺവെൻഷൻ ആയതുകൊണ്ടും ഈ ദേശത്ത് അനേകർ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ടും ഏറെ പ്രസക്തമായ കാലികമായ ഈ സന്ദേശം കടന്നു വന്ന നിങ്ങളോടും ദേശത്തോടും ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനീ പറയുന്ന കാര്യങ്ങളൊന്നും പുതിയ കാര്യങ്ങളല്ല, വളരെ ലളിതമായ കാര്യങ്ങൾ. പക്ഷേ ഈ സുവിശേഷ സത്യങ്ങൾ സത്യമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എന്നോടൊപ്പം ഒന്ന് സ്തോത്രം പറയുകയും ഒന്ന് കര ഉയർത്തുകയും കരമടിക്കുകയും ഒക്കെ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മുടെ വിഷയം ജനലക്ഷങ്ങൾ യേശുവിനാൽ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ട്? ലോകത്തിൽ അനേകം മത നേതാക്കൾ പിറവിയെടുത്തിട്ടുണ്ടെങ്കിലും നിരവധി രാഷ്ട്രീയ ഗുരുക്കൾ ഇവിടെ അരങ്ങുവാണിട്ടുണ്ടെങ്കിലും സാമ്രാജ്യങ്ങളെ കീഴടക്കിയവർ, സാമ്രാജ്യത്തെ തച്ചു തകർത്തവർ, അനേക മഹാരാജാക്കന്മാർ, ചക്രവർത്തിമാർ, മഹാരഥന്മാർ ഈ ലോകത്ത് അരങ്ങുവാണിട്ടുണ്ടെങ്കിലും യേശുവിനെ പോലെ ജനസഹസ്രങ്ങളുടെ ഹൃദയത്തെ നേടിയ ഒരു വ്യക്തിപ്രഭാവം ഇല്ല. മലയാളിയുടെ പ്രിയങ്കരനായ എഴുത്തുകാരനാണ് MT വാസുദേവൻ നായർ. ചില ആഴ്ചകൾക്ക് മുമ്പ് അദ്ദേഹം ഈ ലോകത്തോട് ബൈ പറഞ്ഞു. 4 കെട്ടും 2-ാം ഊഴവും അതുപോലെ മഞ്ഞ്, വാരണാസി, ഇങ്ങനെ മനോഹരമായ ഒരുപാട് കൃതികൾ മലയാളിക്ക് സമ്മാനിച്ച ആ മഹാരഥൻ ഈ ഭൂമിയിൽ നിന്ന് മാറിയത് സാഹിത്യ ലോകത്തിനൊരു നഷ്ടമാണ്. ഈ ഒരു കൺവെൻഷനിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നതോടൊപ്പം തന്നെ 25-ാം തീയതി 2024 ഡിസംബർ 25-നാണ് അദ്ദേഹം മരിക്കുന്നത്. 26-ാം തീയതി കേരളത്തിലെ ഒരു പ്രമുഖ ദിനപത്രത്തിൽ അദ്ദേഹം പറഞ്ഞ 10 പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെൻറ്റുകൾ അച്ചടിച്ചു വന്നിരുന്നു. അതിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് രാത്രി ഞാൻ പറയാം. അത് യേശുവിനെ കുറിച്ചാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരവധി മഹാത്മാക്കളെ, നിരവധി മഹാന്മാരെ പഠനവിധേയമാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതയാത്രയിൽ ഞാൻ അനേക പ്രഗത്ഭരായ മനുഷ്യരെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുകയാണ്, 50-ലധികം വരുന്ന മതസ്ഥാപകരെക്കുറിച്ച് ഞാൻ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പക്ഷേ യേശുവിന് പകരം വെക്കാൻ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. അവസാന സെന്റൻസ് അദ്ദേഹം എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ജനസഹസ്രങ്ങൾ യേശുവിനാൽ ആകർഷിക്കപ്പെടുന്നത്? ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരവില്ല. പക്ഷേ ഓരോ ദിവസവും ഈ ഒരു കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, MTക്ക് ഇതിന് ഉത്തരം പറയാനാകില്ല. ഇതിനുത്തരം പറയാൻ നമ്മുടെ ബഹുമാനനായ മുഖ്യമന്ത്രിക്ക് കഴിയില്ല, VD സതീശന് കഴിയില്ല, ഇവിടുത്തെ ഒരു തത്വചിന്തകന്മാർക്കും ഇവിടുത്തെ ഒരു ബുദ്ധിരാക്ഷസന്മാർക്കും കഴിയില്ല. പക്ഷേ മടത്തറ കൺവെൻഷൻ്റെ പ്രാരംഭ രാത്രിയിൽ ഞാൻ തൻ്റെ ഇടത്തോടും അഭിമാനത്തോടും പറയട്ടെ, പ്രസംഗിക്കുന്ന എനിക്കും ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും തൻ്റെ ഇടത്തോടത് പറയാം. യേശു എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്ന വ്യക്തിത്വമായി? അത് കുടുംബ മഹിമ കൊണ്ട് പറയുന്നതല്ല, വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് പറയുന്നതല്ല, കാശുള്ളത് കൊണ്ടും പറയുന്നതല്ല. മറിച്ച് പുസ്തകത്തിൽ പഠിച്ച് യേശുവിനെ അറിയാൻ കഴിയില്ല, അത് അനുഭവിച്ചറിയുക തന്നെ വേണം. അങ്ങനെ അനുഭവിച്ചറിയാൻ എനിക്ക് ഭാഗ്യമുള്ളത് കൊണ്ട് എനിക്ക് തൻ്റെ ഇടത്തോടെ പറയാം, യേശുവിനാൽ എന്തുകൊണ്ടാണ് ജനം ആകർഷിക്കപ്പെടുന്നത്. അപ്പൊ ജനസഹസ്രങ്ങൾ യേശുവിലേക്ക് എന്തുകൊണ്ട് ആകർഷിക്കപ്പെടുന്നു? അതിൻ്റെ 10 ഉത്തരങ്ങൾ ഇന്ന് രാത്രി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ എന്നോടൊപ്പം വരണം. ഒന്ന്,
യേശുവിനാൽ എന്തുകൊണ്ട് ജനം ആകർഷിക്കപ്പെടുന്നു? പാപരഹിതനായ ഒരു വ്യക്തിത്വം ഈ ചരിത്രത്തിൽ ഉദയം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നസ്രേയനായ യേശുവാണ്. അതിന് ഈ കയ്യടി പോരാ, അതിന് ഈ സ്തോത്രം പോരാ, അതിന് ആമേൻ പറയാനുണ്ടെങ്കിൽ അവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. യേശു പാപരഹിതൻ എന്നൊരു വാക്കെഴുതിയിട്ട് അതിനപ്പുറത്തൊരു സമമിട്ടിട്ട് ഒരു പര്യായപദം ചേർക്കാൻ ആഗ്രഹിച്ചാൽ ഞാൻ വെല്ലുവിളിച്ചു പറയാം, ഇതുവരെ ചരിത്രത്തിൽ ജനിച്ച ഒരാൾക്കും ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾക്കും ഇനി ജനിക്കാൻ പോകുന്ന ഒരാളുടെയും പേര് അതിനോട് ചേർത്ത് വെക്കാനാകില്ല. എന്നാൽ ബൈബിൾ ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയട്ടെ, ഞാൻ പ്രസംഗിക്കുന്ന യേശുവിൻ്റെ പദം മാത്രമേ പാപരഹിതനായ ഒരു വ്യക്തിത്വത്തിന്റെ സമാന പദമായിട്ട് ചേർക്കാൻ കഴിയുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 22 വായിക്കേണ്ട സമയത്തിന് കുറവാണ് വായിപ്പി 2:22 പറയുകയാണ്, അവൻ പാപം ചെയ്തിട്ടില്ല. അത് ഭൂതകാലമാണ്. ഇനി 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന വാക്യം ഇങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു 2:21 എന്ന് സംശയമുണ്ട്. ആ വാക്യത്തിൽ ഇങ്ങനെയാണ്, പാപമറിയാത്തവൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നവൻ പാപം ചെയ്തിട്ടില്ല. എബ്രായ ലേഖനം 9:28 വാക്യത്തിൽ പറയുകയാണ്, കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ രണ്ടാമതും പാപം കൂടാതെ എന്ന് പറഞ്ഞാൽ ഇനി അവൻ പാപം ചെയ്യാൻ പോകുന്നതുമില്ല. അർത്ഥാൽ പിന്നിട്ട കാലങ്ങളിൽ ഭൂതകാലത്തിൽ പാപമില്ലാത്തവൻ, വർത്തമാനകാലത്തിൽ പാപമില്ലാത്തവൻ, ഭാവിയിലും പാപം ചെയ്യാത്ത ഒരുവനുണ്ടെങ്കിൽ അത് ദൈവപുത്രനായ ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമാകുമ്പോൾ തന്നെ പലപ്പോഴും കള്ളം പറയും. 2 ആകട്ടെ 3 വയസ്സാകട്ടെ, എൻ്റെ കുഞ്ഞിന് 8 വയസ്സാണ്, അവളും പറയും നല്ല കള്ളം. കൊച്ചു പിള്ളേരില്ലേ, അത് 10 ദിവസം തികയുന്നതിന് മുമ്പ് ചിരിക്കുമ്പോൾ ഉടനെ പറയും കള്ളച്ചിരിയാണ്. അതെങ്ങനെ കൊച്ചിന് കള്ളച്ചിരി വരുന്നത്? അമ്മമാർ പഠിപ്പിക്കാറുണ്ടോ കുഞ്ഞിനെ കള്ളം പറയാൻ? അപ്പന്മാർ പഠിപ്പിക്കാറുണ്ടോ കുഞ്ഞിനെ കള്ളം പറയാൻ? എന്തിലും കുഞ്ഞ് ചിരിക്കുമ്പോൾ, കുഞ്ഞെന്തെങ്കിലും ഒളിച്ചു വെക്കുമ്പോൾ കള്ളം പറയുന്നതിൻ്റെ കാര്യം അപ്പനും അമ്മയും പഠിപ്പിച്ചിട്ടല്ല, മറിച്ച് അത് മനുഷ്യ കുഞ്ഞായത് കൊണ്ടാണ്. എൻ്റെ കുഞ്ഞ് എന്തിനാ കള്ളം പറയുന്നത്? അത് ശിവൻ്റെ മോളായത് കൊണ്ടാണ്. അപ്പം നമ്മുടെയൊക്കെ മക്കള് കള്ളം പറയും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, മനുഷ്യ കുഞ്ഞാണോ, മനുഷ്യനായി പിറന്ന സകലരുടെയും അകത്ത് പാപമുണ്ട്. അത് ഏത് മതനേതാവായാലും ഏത് തത്വചിന്തകനായാലും സകലരുടെയും അകത്ത് പാപമുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകം കണ്ട ഏറ്റവും വലിയ വെല്ലുവിളി ഏതാണെന്നറിയോ? യേശു ലോകത്തെ നോക്കി വിളിച്ചു പറഞ്ഞു, നിങ്ങളിൽ ആർ എന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തും? എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രൂശിക്കിടന്ന കള്ളം പറഞ്ഞു, നമ്മൾ തെറ്റ് ചെയ്തിട്ടാണ് ഇത് മുഴുവൻ അനുഭവിക്കുന്നത്. ഇവനിൽ ഒരു തെറ്റുമില്ല. 5 കോടതികൾ 6 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചിട്ടും ആ കോടതികളെല്ലാം പറഞ്ഞു ഇവനിൽ ഒരു തെറ്റുമില്ല. എന്തിന്? കാണിച്ചു കൊടുത്ത യൂദ പോലും പറഞ്ഞു കുറ്റമില്ലാത്ത രക്തമാണിവൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദേശത്ത് പാപിയാണ് നമ്മളെന്ന് സകല മതങ്ങളും സമ്മതിക്കുന്നുണ്ടെങ്കിലും പാപിയായ മനുഷ്യനെ, പാപമുള്ള മതനേതാവിനെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? ഈ സുവിശേഷ യോഗത്തിന്റെ പ്രസക്തി എന്തെന്നറിയാവോ? എത്ര കൊടും പാപിയെയും നീതിമാനാക്കാൻ യേശുവല്ലാതെ മറ്റൊരു മാർഗം ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്ന വാക്യം പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് എടുത്തു പറയണം. അത് നമ്മുടെ അനുഭവം കൂടാ. നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടത്രേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ വില എന്തെന്നറിയാമോ? എൻ്റെ കുടുംബത്തിൻ്റെ വിലയല്ല, ഞാൻ സഞ്ചരിച്ച കാറിൻ്റെ വിലയല്ല, യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ മുദ്ര ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന എനിക്കും നിങ്ങൾക്കും കിട്ടി എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. വിനായകൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും, കേട്ടിട്ടുണ്ടാകും. വിനായകൻ കുപ്രസിദ്ധ കുറ്റവാളിയാണ്. അദ്ദേഹം പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നാണ് യേശുവിനെ സ്വന്തരക്ഷിതാവായി സ്വീകരിക്കുന്നത്. അഞ്ചാലുമൂട് താമസക്കാരൻ, നിരവധി ക്രിമിനൽ കേസിലെ പ്രതി, പൂജപ്പുര സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ ഈ പ്രാർത്ഥനായോഗം നടത്താൻ വേണ്ടി വന്നത് ഉപദേശിമാർ. പ്രസംഗിച്ച പ്രസംഗം യോഹന്നാന്റെ ലേഖനം ആസ്പദമാക്കിയുള്ള പ്രസംഗമാണ്. അതിങ്ങനെയാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വിനായകൻ അവിടെ വന്ന് പ്രസംഗം കേൾക്കാൻ വന്നത്
ആ സന്തോഷം കൊണ്ട് വന്നതല്ല, സമയം പോക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഏറ്റവും പുറകിലിരിക്കുക. പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജയിൽ പുള്ളികൾ പലരും മുമ്പോട്ട് വന്നു. ഈ ഉപദേശി പ്രായമുള്ള ഉപദേശിയാണ്. തലയിലേക്ക് കൈവച്ച് ഇവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചു. പക്ഷെ വിനായകൻ വന്നില്ല. എല്ലാവരും തിരികെ പോയപ്പോൾ പെതിയെ ഉപദേശി പുറത്തോട്ടിറങ്ങുമ്പം അതിൻ്റെ സൈഡിൽ ഒരു മനുഷ്യൻ താണ്ട് തലകുനിച്ചിരിക്കുന്നു. നോക്കുമ്പോൾ ഈ വ്യക്തിയാണ്. ചെന്ന് വിനായകനെ തട്ടിയപ്പോൾ മുഖം ഇങ്ങനെ ഉയർത്തിയപ്പോൾ കണ്ണീന്ന് ധാരധാരയായി കണ്ണീരൊഴുകുക. കണ്ണ് ചുവന്ന് തുടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, അങ്ങ് പറഞ്ഞില്ലേ ആ യേശുവിൻ്റെ രക്തമെന്ന്, അതിൻ്റെ ഒരു തുള്ളി എൻ്റെ ഹൃദയത്തിലൊന്ന് വീണിരുന്നെങ്കിൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ഉപദേശി പറഞ്ഞ സുവിശേഷം വിനായകനെ വചനം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യനാക്കി മാറ്റിയെങ്കിൽ പാപരഹിതനായ ക്രിസ്തുവിന് മാത്രമേ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ജനലക്ഷങ്ങൾ യേശുവിലാൽ ആകർഷിക്കപ്പെടുന്നത്. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഇനി സമയം മുമ്പോട്ട് പോകുന്നു. ഇനി എന്തുകൊണ്ടാണ് ജനസഹസ്രങ്ങൾ യേശുവിനാൽ ആകർഷിക്കപ്പെടുന്നത്? ഉത്തരം, ഇതുപോലെ സ്നേഹിക്കാൻ യേശുവല്ലാതെ മറ്റൊരു വ്യക്തിത്വമില്ല. ഇത് പറയുമ്പോൾ ആ ദൈവസ്നേഹം കഴിഞ്ഞ നാളുകളിൽ ആസ്വദിച്ചവരെങ്കിലും ഉണ്ടെങ്കിൽ ആ പന്തലിനകത്തിരുന്ന് കരമടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. അത് കർത്താവിന്റെ ദാസൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ കാര്യമാണ്. നെപ്പോളിയൻ ബൊണാപ്പാർട്ട് എന്ന് പറയുന്ന മഹാനായ ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. സാമ്രാജ്യങ്ങളെ കീഴടക്കിയ മനുഷ്യൻ, ആൾക്കാരെ വരുതിക്ക് നിർത്തിയ മനുഷ്യൻ, ചക്രവർത്തി. അദ്ദേഹം ഒരു ശക്തനായ ചക്രവർത്തി. ഒരിക്കൽ രണ്ട് കൈയും ഇങ്ങനെ ഉയർത്തിക്കാട്ടിയിട്ട് അദ്ദേഹം വിളിച്ചു പറഞ്ഞു, ദേ ലോക സാമ്രാജ്യങ്ങൾ കീഴടക്കിയെങ്കിലും എൻ്റെ കരങ്ങൾ കണ്ടോ? എൻ്റെ കരം മുഴുവൻ രക്തക്കറ പുരണ്ടിരിക്കുകയാണ്. അടുത്ത വാചകം, പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു വ്യക്തിയുണ്ട്, അത് യേശുവാണ്. ഒരു രക്തം പോലും, ഒരു തുള്ളി രക്തം പോലും ആരുടെയും വീഴ്ത്താതെ, പടവാളെടുത്ത് പോരാടാതെ സ്നേഹം കൊണ്ട് മനുഷ്യനെ കീഴടക്കിയ ഒരു വ്യക്തിപ്രഭാവമുണ്ടെങ്കിൽ അത് ക്രിസ്തുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തിൻ്റെ പ്രത്യേകത ഇത് സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ നിൽക്കുന്നത് ആ ദൈവസ്നേഹം എന്നെ ചേർത്ത് പിടിച്ചത് കൊണ്ടാണ്. എൻ്റെ സ്നേഹിതനാണ് എബി, എന്നെ അറിയാവുന്നവരാണ് ജി തോമസ് ഊട്ടി പാർഷ് ഉൾപ്പെടെയുള്ള ആൾക്കാർ. എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു പെൻഡക്കോസ്റ്റ് കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും എൻ്റെ പിതാവ് മിഷണറി ആയിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അനുഭവിച്ച കഷ്ടതകൾ, വേദനകൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങൾ, ഇത് നിമിത്തം യേശുവുമായിട്ടുള്ള ബന്ധം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇത് തിരിച്ചറിയാതെയും അനുഭവിക്കാതെയും ലോകത്തിൻ്റെ വഴിയിൽ പോയ ഒരാളാണ് ഞാനും നിരത്തുകളിൽ ഇറങ്ങി ഈങ്കിലാബ് സിന്താബ വിളിച്ചിട്ടുണ്ട്. ചോരച്ചാല് നീന്തിക്കയറി തൂക്കുമരത്തിൽ ഊഞ്ഞാലടി എന്നൊക്കെ പറഞ്ഞ് ഞാനും സിന്താബ വിളിച്ച കാലമുണ്ട്. പക്ഷേ അത് വിളിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ഹൃദയത്തിനകത്ത് നിരാശയാണ്. ഇവിടെ ജനപ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർത്ത് അഭിമാനം കൊള്ളുന്നു. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, കാശുള്ളപ്പോ, സമ്പാദ്യമുള്ളപ്പോ, ബന്ധങ്ങളുള്ളപ്പോ, സൗന്ദര്യമുള്ളപ്പോ എല്ലാവരും ചേർത്ത് പിടിക്കും. പക്ഷെ എല്ലാം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ കരിയാപ്പുല പോലെ എടുത്ത് പുറത്തു കളയും. എന്നാൽ ഞാനും ഇതുപോലൊരു യോഗത്തിന് പുറകിലിരിക്കുമ്പോൾ അന്ന് പ്രസംഗിച്ച ദൈവത്തിന്റെ ദാസം പറഞ്ഞ ദൂത് ഞാൻ ഇപ്പോഴും മറക്കത്തില്ല. മോനെ, ഒരു യൂതയ്ക്ക് കർത്താവിനെ വേണ്ടെങ്കിൽ മറ്റൊരു യൂതയുടെ കയ്യിൽ തൂലിയെ കൊടുത്ത് എഴുതിപ്പിക്കാൻ കഴിവുള്ള ദൈവം. ഒരു ശൗലിനെ കർത്താവിനെ വേണ്ടെങ്കിലും മറ്റൊരു ശൗലിനെ എഴുന്നേപ്പിച്ച് സുവിശേഷം പ്രസംഗിപ്പിക്കുന്ന ദൈവം. ഒരു ശീമോൻ യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത ഒരു ശീമോനെ വയലിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് വന്ന് ക്രൂശ് ചുമപ്പിക്കുന്ന ദൈവം. പക്ഷെ നഷ്ടമാകുന്നത് നിനക്കായിരിക്കും കുഞ്ഞേ. അന്ന് കർത്താവിന്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ചാട്ടുളി കയറുന്ന പോലെ കയറിയപ്പോ എനിക്ക് തോന്നിയത് പരസ്യമായി അവിടെ നിന്ന് പൊട്ടിക്കരയാനാ. പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഞാൻ കരഞ്ഞാൽ എന്നെ കളിയാക്കാൻ പല ആൾക്കാരും അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ പിടിച്ചു നിന്ന് നോക്കി. 1 മിനിറ്റ് കഴിഞ്ഞു, 2 മിനിറ്റ് കഴിഞ്ഞു, 3 മിനിറ്റ് കഴിഞ്ഞു. പക്ഷെ പിടിച്ചു നിർത്താൻ കഴിയാതെ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, ഇനിയൊരു ജീവിതമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ യേശുവിന് വേണ്ടി സമർപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം പോലെ സമാനതയുള്ള ഒരു സ്നേഹവും ലോകത്തിലില്ല. അത് ഏറ്റവും മനോഹരമായൊരു വാക്യം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 13-ാം വാക്യമാണ്. സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും വലിയ സ്നേഹം വേറെ ഇല്ല. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് പ്രിയങ്കരനാണ് ജി തോമസ് ഊട്ടി പാർഷ് അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയമുള്ള ആളാണ് എന്ന് എനിക്ക് അറിയാം. പ്രത്യേകിച്ച് ഈ സെൻറ്ററിൽ എല്ലാവർക്കും പ്രിയമുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിയേ. അപ്പോൾ എല്ലാവരും കര ഉയർത്തി. നീ അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ്. ഒരു കാര്യം വന്നാൽ തോമസ് ഊട്ടി പാർഷയ്ക്ക് വേണ്ടി ഞാൻ ചാകും എന്നുള്ളവരും കൂടെ ഒന്ന് കൈവക്ക്. അല്ലൊന്ന് കാണാനാ.
കാരണം അമ്മാമ്മ പോലും കൈപൊക്കിയില്ല. അപ്പോൾ അമ്മാമ്മയുടെ കുഴപ്പമല്ല, എൻ്റെ ഭാര്യയാണെങ്കിലും അങ്ങനെയൊക്കെ ഉള്ളൂ. ഇവിടെ സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും ആർക്കും വേണ്ടി ചാകില്ല. അപ്പൻ ഭാര്യയ്ക്ക് വേണ്ടി ചാവില്ല, ഭാര്യ ഭർത്താവിന് വേണ്ടി ചാവില്ല, മക്കൾക്ക് വേണ്ടി അപ്പനും അമ്മയും ചാകില്ല. പക്ഷെ എന്നെ രക്ഷിക്കാൻ പ്രാണൻ തന്നൊരപ്പനുണ്ടെങ്കിൽ, അതുകൊണ്ടാണ് ബന്ധങ്ങളെ ഇവിടെ ഉയർത്താതെ ഞങ്ങൾ യേശുവിനെ ഉയർത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ കർത്താവ് ചെയ്ത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകളോട് ഞാൻ പറയാം. ആ സ്നേഹം എന്നെ നിത്യമരണത്തിൽ നിന്ന് രക്ഷിച്ചു. അത് കൊലപാതകമായിരുന്നോ പറഞ്ഞേ? ആണോ? യേശുവിൻ്റെ മരണം ആത്മഹത്യയായിരുന്നോ? പറ. യേശുവിൻ്റെ മരണം ആകസ്മിക മരണമാണോ? അല്ല. കൊലപാതകമല്ല, ആത്മഹത്യയല്ല, ആകസ്മിക മരണമല്ല. കർത്താവ് മരിക്കുമ്പോൾ പറഞ്ഞു, എൻ്റെ പ്രാണനെ ഞാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ സ്വന്തം പ്രാണൻ മാനവരക്ഷയ്ക്ക് വേണ്ടി തന്ന് സ്നേഹിച്ച ഒരുവനുണ്ടെങ്കിൽ അത് ഞാൻ ആരാധിക്കുന്ന കർത്താവാണ്. ഇന്ന് രാത്രി സന്തോഷമാകത്തുണ്ടെങ്കിൽ മാത്രം ആ കരമടിച്ച് കർത്താവിന് അല്പസമയം ആരാധന കൊടുക്കാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി മൂന്നാമത്തെ കാര്യം, ഒരു സംഭാഷണം നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരിക. അപ്പൊ അതുകൊണ്ട് ഈ സ്നേഹത്താൽ ആകർഷിക്കപ്പെടുന്നത് കൊണ്ടാണ് ജനസഹസ്രങ്ങൾ യേശുവിൻ്റെ പുറകെ യാത്രയാകുന്നത്. 3, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 66 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ വായിപ്പിക്കുന്നില്ല, സമയത്തിൻ്റെ കുറവ് പോലെ ഞാനങ്ങ് പറയാം. യേശു ചോദിക്കുകയാണ്, കർത്താവിൻ്റെ പ്രസംഗം കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുകയാണ്. അത്ഭുതം കാണാൻ, ആഹാരം കഴിക്കാൻ, രാജാവാകുമെന്നുള്ള പ്രതീക്ഷയോടെ ആയിരങ്ങൾ തടിച്ചുകൂടി. പക്ഷെ കർത്താവ് സന്ദേശത്തിൻ്റെ കട്ടികൂട്ടിയപ്പോൾ ഓരോന്നോരോന്ന് ആ പന്തലിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവസാനം 12 പേര് ബാക്കിയായി. അപ്പൊ കർത്താവ് പറഞ്ഞു, എന്തിനാ ഇവിടെ നിൽക്കുന്നേ, പൊക്കോ എന്ന് പറയുമ്പോൾ പത്രോസ് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോവും? നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ ഉണ്ട്. അർത്ഥം എന്തെന്നറിയാവോ? കർത്താവേ, നിന്നിൽ ഞങ്ങൾ ആകർഷിക്കപ്പെട്ടത് രോഗസൗഖ്യം കിട്ടുമെന്നും പറഞ്ഞല്ല, നിന്നിൽ ഞങ്ങൾ ആകർഷിക്കപ്പെട്ടത് നീ രാജാവാകും എന്ന് പറഞ്ഞല്ല, നിന്നിൽ ഞങ്ങൾ ആകർഷിക്കപ്പെട്ടത് ആഹാരം കഴിക്കാനുമല്ല, പക്ഷെ മരണത്തിനപ്പുറം ഒരു ജീവിതം അത് തരാൻ കരുത്തുള്ളവൻ ലോകത്തിൽ 50 പേരില്ല, അതിനൊരുവനേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങേ വിട്ട് ഞങ്ങൾ മാറാത്തത്. എന്ത് മനോഹരമാണ് ഈ കൺവെൻഷന്റെ ക്രമീകരണം. കാശ് ചെലവിട്ട്, കാശ് കൂടുതലുള്ളത് കൊണ്ടല്ല. കണ്ടോ, മനോഹരമായ പന്തൽ, ഏറ്റവും ബെസ്റ്റ് സൗണ്ട് സിസ്റ്റം, നല്ല മനോഹരമായ കൊയർ, ഇത്രയും പേര് ഇവിടെ കടന്നു വന്നു. ഈ മടത്തറ ദേശത്ത് ഇങ്ങനൊരു സുവിശേഷ യോഗം ഞങ്ങൾ നടത്തിയതിൻ്റെ ലക്ഷ്യം ഞങ്ങൾ പറയട്ടെ. ഇതിനകത്ത് രോഗസൗഖ്യം ഉണ്ട് ഇല്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് കര ഉയർത്തിയേ. എത്ര പ്രതിസന്ധിയോടെ ഇതിനകത്ത് കടന്നു വന്നാലും ആ പ്രതിസന്ധിക്ക് ഇതിനകത്ത് പരിഹാരമുണ്ട്, ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുക. പക്ഷേ ഞങ്ങൾ കാശിട്ടി യോഗം നടത്തുന്നത് രോഗസൗഖ്യത്തിന് വേണ്ടിയല്ല. ഈ യോഗം നടത്തുന്നത് കേവലം പ്രതിസന്ധി മാറാനല്ല, മരണത്തിനപ്പുറം ഒരു നിത്യജീവനുണ്ടല്ലോ, അത് തരാൻ കരുത്തുള്ളവൻ യേശു മാത്രമാണ്. അതുകൊണ്ടാണ് ക്രൂശിക്കിടക്കുന്ന കള്ളം പറഞ്ഞത്, കർത്താവേ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോ ഞങ്ങളെയും കൂടെ ഓർക്കണേ. അതിന്റെ അർത്ഥം എന്നാ? ഈ കിടക്കുന്നയാളില്ലേ, ഇത് മരണം കൊണ്ട് തീരുന്ന ആളല്ല, മരണത്തിനപ്പുറത്ത് ജീവിതം ഹാൻഡിൽ ചെയ്യാൻ കരുത്തുള്ള ഒരാളുണ്ടെങ്കിൽ അതാണ് ക്രിസ്തു. നമ്മുടെ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാമോ? ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു സുവിശേഷം എന്ന രീതിയിലാണ് ആ വാക്ക് പറഞ്ഞത്. എന്നറിയാം, നമ്മളെല്ലാവരും മരിക്കും. അദ്ദേഹത്തിനും അറിയാതെ നമുക്കും അറിയാം. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് ചാവത്തിലെന്നും പറഞ്ഞാൽ എല്ലാം പോക്കാ, എല്ലാവരും മരിക്കും. പണ്ഡിതനായാലും പാമരനായാലും കുബേരനായാലും കുചേലനായാലും കൊട്ടാരത്തിൽ പിറന്നവനായാലും കുടിലിൽ പിറന്നവനായാലും മരിച്ചേ പറ്റൂ. മരണം ഒരു വിഷയമല്ല. കാര്യം ഞാനിവിടെ മരിച്ചാലും പാസ്റ്റർ പല യോഗങ്ങളിലും പ്രസംഗിച്ചിട്ടുണ്ട്, അതൊക്കെ സത്യമായിരിക്കും. വന്ന് ഏറെക്കുറെ ആൾക്കാർ പറയുന്നതെല്ലാം നുണയായിരിക്കും. കുറേ പൊക്കി അടിച്ചിട്ട് പോവും. അതോടുകൂടി പരിപാടി തീർന്നു. വൈകിട്ട് എല്ലാവർക്കും പൊതിയും കിട്ടും, ശുശ്രൂഷ കഴിഞ്ഞു. പക്ഷേ മരണത്തിനപ്പുറത്തൊരു സംഭവമുണ്ട്.
അതെനിക്ക് കിട്ടിയില്ലെങ്കിൽ ഈ പ്രസംഗിച്ചിട്ട് എന്താ അർത്ഥം? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സുവിശേഷ യോഗത്തിൽ നിങ്ങളെ വിളിച്ചോണ്ട് വന്നതേ, ഈ മീറ്റിംഗ് ഉണ്ട്, മീറ്റിങ്ങിന് ശേഷം ഈറ്റിങ്ങും കാണും, അതൊക്കെ നല്ല കാര്യമാണ്. ഇവിടെ ഇരുന്ന് കൈയടിച്ചോ നല്ല കാര്യം, തുള്ളിച്ചാടിക്കോ നല്ല കാര്യം. പക്ഷേ ഇന്ന് രാത്രി നീ മരിച്ചാൽ അങ്ങ് ചെല്ലണം, മനസ്സിലായോ? പ്രിയ ശ്യാം സാറ് പറഞ്ഞു 100 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ കൺവെൻഷൻ നടക്കണമെന്നേ. പക്ഷെ 100 വർഷമൊന്നും പോകത്തില്ലെന്നേ. അതിനു മുമ്പ് പ്രാണനാദം വരും. സകല സംഭവങ്ങളും വിളിച്ചു പറയുന്നു, ഇനി അധികകാലം ഇല്ല, വരാനുള്ളവൻ വരും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ മരിച്ചാലും എൻ്റെ നിത്യത സേഫാണ് എന്ന ഉറപ്പ് മേടിച്ചിട്ട് വേണം ഇന്ന് രാത്രി പോകാൻ. അതുകൊണ്ട് മഹാത്മജി ഞങ്ങൾ ബഹുമാനിക്കുന്ന ആളാണ്, സ്വാമി വിവേകാനന്ദൻ ബഹുമാനിക്കുന്ന ആളാണ്. പക്ഷേ അവരിൽ നിന്നും വ്യത്യസ്തമായി യേശുവിൻ്റെ പിറകെ ജനലക്ഷങ്ങൾ പോകുന്നതിൻ്റെ കാര്യം, സ്വാമി വിവേകാനന്ദന് നല്ല ഉപദേശം തരാം, നിത്യത തരാൻ പറ്റത്തില്ല. മഹാത്മജിക്ക് സ്വാതന്ത്ര്യം തരാം, നിത്യത തരാൻ പറ്റത്തില്ല. നമ്മുടെ നരേന്ദ്രമോദിജിക്ക് നിങ്ങൾക്ക് എന്തോ ഓഫർ വേണമെങ്കിലും തരാം, പക്ഷെ നിത്യത തരാൻ പറ്റത്തില്ല. പക്ഷെ നരേന്ദ്രമോദിക്ക് കഴിയാത്തത്, സ്വാമി വിവേകാനന്ദന് കഴിയാത്ത നിത്യത തരാൻ യേശുവല്ലാതെ ഒരുവൻ. ഇന്ന് രാത്രി ആ സന്തോഷമുള്ള പ്രിയപ്പെട്ടവര് കരമൊന്ന് അടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്യും. സമയമില്ലല്ലോ, എങ്കിലും ഒരു സംഭവം ഞാനൊന്ന് പറഞ്ഞോട്ടെ. നമ്മൾ മരണത്തിനെല്ലാം പാടുന്നൊരു പാട്ടാണ് സമയമാംരഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. പക്ഷെ ഇതിൻ്റെ പുറകിലുള്ള ഒരു സ്റ്റോറിയുണ്ട്, ഒരു കഥയുണ്ട്, ഒരു ചരിത്രമുണ്ട്, അത് നമ്മൾ അറിയണം. നിർഭാഗ്യവശാൽ ഇപ്പം ഏറെക്കുറെ പാടുന്നതല്ല അതിൻ്റെ സിനിമാ പാട്ടാണ്. ഇത് എഴുതിയത് ഒരു അനുഗ്രഹീതനായ ഒരു ജർമ്മൻ സായിപ്പാണ്, അദ്ദേഹത്തിൻ്റെ പേര് നാഗൽ എന്നാണ്. ആ പാട്ടിങ്ങനെയാണ്: സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. ഇപ്പം എൻ്റെ കോസാരെങ്കിലും പറ. പിന്നെ അടുത്ത വരി, എൻ സ്വദേശം കാണുവാനായി ബന്ധപ്പെട്ട് ഓടിയിരുന്നു. ഇതാണ് വരി. അത് ചത്ത് കിടക്കുന്നവൻ പാടുന്നില്ല, ആ കുഞ്ഞുഞ്ഞാലും പോയി. പക്ഷേ അവിടെ പോകുന്ന നമ്മൾ ജീവനോട്ടിരിക്കുന്നവർ പാടുന്നതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്പം പാട്ടങ്ങ് പാടി. കഴിഞ്ഞ ദിവസം പെന്തക്കോസ്തുകാരുടെ അടക്കത്തിന് പോയപ്പോൾ തന്നെ ആംബുലൻസിൽ ഇട്ടേക്കുന്ന പാട്ടെന്നറിയോ? സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനാ ഞാൻ തനിയെ. അത് വയലാർ രാമവർമ്മ, അദ്ദേഹം നല്ല മനുഷ്യനാണെങ്കിലും വിവരക്കേട് എഴുതി വെച്ചതാണ്. അപ്പം നമ്മുടെ ആൾക്കാരും അത് പാടിക്കൊണ്ടിടക്കാണ്. പക്ഷെ ഈ പാട്ട് എഴുതാനൊരു സാഹചര്യമുണ്ട്, അത് പറയാം. നാഗൽ സാഹിബ് കുന്നംകുളം കേന്ദ്രമാക്കി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുവിശേഷീകരണത്തിന് വളരെ മുൻപന്തിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പരവൂർ സെൻട്രൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വേണ്ടി വിധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അടുക്കൽ അദ്ദേഹം ജയിൽ സുവിശേഷീകരണത്തിനിടയിൽ യാദൃച്ഛികയെ കണ്ടുമുട്ടി. അപ്പം മരണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആളാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ്. അപ്പം ഈ നാഗൽ സാഹിബ് സുവിശേഷം പങ്കുവെച്ചപ്പോൾ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഇതേ ഒരു 10 വർഷം മുമ്പ് ഞാൻ കേട്ടിരുന്നെങ്കിൽ. നാഗൽ സാഹിബ് പറഞ്ഞു, വിഷമിക്കണ്ടെന്ന്, വധശിക്ഷ നടപ്പാക്കിയാലും ഇതിനപ്പുറം ഒരു ജീവിതമില്ലേ, അത് തരാൻ കഴിയുന്നതാ സുവിശേഷം. സത്യം പറഞ്ഞാൽ നാഗൽ സാഹിബ് പറഞ്ഞു കൊടുത്ത സുവിശേഷം ഈ മനുഷ്യനെ ദൈവമകനാക്കി മാറ്റി. അതിനുശേഷം എന്നും പറഞ്ഞൊന്നും ഗവൺമെൻറ് പരിപാടിയൊന്നും മാറ്റത്തില്ല. അപ്പോൾ കോടതി വിധിച്ച വിധി നടക്കും. അങ്ങനെ വധശിക്ഷ വിധിക്കുന്ന ദിവസം വരുമ്പോൾ ഇവരോട് ചോദിക്കും, അവസാനത്തെ ആഗ്രഹം എന്നാന്ന്. ഇദ്ദേഹത്തോട് ചോദിച്ചു, എന്താ അവസാനത്തെ ആഗ്രഹം? അദ്ദേഹം പറഞ്ഞു, എന്നെ യേശുവിലേക്ക് കൊണ്ടുവന്ന ഒരു സായിപ്പുണ്ട്, ആ സായിപ്പിനെ എനിക്കൊന്ന് കാണണം. അങ്ങനെ നാഗൽ സായിപ്പിനെ വിളിച്ചുകൊണ്ട് ഈ കഴുകുമരമാണ്, ആ കൊലമരമാണ്, അവിടേക്ക് ഇദ്ദേഹത്തെ കൊണ്ട് നിർത്തുമ്പോൾ അതിനടുത്തേക്ക് ഈ നാഗൽ സാഹിബിനെയും കൂടെ കൊണ്ടുവന്നു. നാഗൽ സാഹിബിനെ കണ്ടപ്പോൾ അകത്തുനിന്ന് കയറി വന്നപ്പോൾ തന്നെ നാഗൽ സാഹിബ് കരഞ്ഞോണ്ടാ കയറി വന്ന കാര്യം, താൻ സുവിശേഷം പറഞ്ഞ മനുഷ്യൻ ഇന്ന് ലോകത്തോട് യാത്ര പറയാൻ പോവാണ്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഈ കുറ്റവാളി ഉണ്ടല്ലോ, ഈ പ്രതി, അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഭയമില്ല, മറിച്ച് കണ്ണുകളിൽ തിളക്കമാണ്, കണ്ണുകളിൽ തേജസ്സാണ്. നാഗൽ സാഹിബിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, വിഷമിക്കണ്ടെന്നേ, ആകെ അല്പനേരം മാത്രം എൻ്റെ യാത്ര തീരാൻ. എന്നിട്ട് അദ്ദേഹം 2 കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അന്ന് വധശിക്ഷ നടപ്പാക്കിയ ശേഷം രാത്രി നാഗൽ സാഹിബിന് ഉറക്കം വരുന്നില്ല. അദ്ദേഹം ഈ ജയിൽ പുള്ളി പറഞ്ഞ, ഈ പ്രതി പറഞ്ഞ വരികൾ എഴുതി വെച്ചിട്ട് ചേർത്തു വെച്ച വരികളാണ് സമയമാൻ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. വധശിക്ഷയ്ക്ക് വിധിച്ച മനുഷ്യനും പ്രതീക്ഷ ഉളവാക്കാൻ കഴിയുന്നതാണ് സുവിശേഷമെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് അഭിമാനത്തോടെ കരമടിക്കാൻ കഴിയും? മരണത്തിനപ്പുറത്തെ നിത്യജീവൻ എനിക്ക് തരാൻ കഴിയുന്ന ആ ക്രിസ്തുവിൻ്റെ അനുയായിയായി മാറാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചല്ലോ. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
അതുകൊണ്ട് ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ലക്ഷ്യം എന്താണ്? നിത്യജീവൻ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇവിടെ BMW കാറ് കിട്ടുന്നതോ ജാഗ്വർ കാറ് കിട്ടുന്നതോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒടി കാറ് വണ്ടി ഓടിക്കുന്നതോ ഒന്നുമല്ല വിഷയം. മറിച്ച് ഇതൊന്നും കിട്ടിയില്ലെങ്കിലും കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള ലക്ഷ്യം നമ്മളെല്ലാം അംബാനിയാക്കുക എന്നുള്ളതല്ല, വല്ലവിധനെ നിത്യതയിൽ കൊണ്ടുപോകുക എന്നുള്ളതാ. അത് അധികം താമസമില്ലാതെ സംഭവിക്കട്ടെ. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യാം. ഇനി എന്തുകൊണ്ടാണ് ക്രിസ്തുവിന്റെ പുറകെ ജനലക്ഷങ്ങൾ പോകുന്നത്? ഉത്തരം, ഇതുപോലെ പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശം ലോകത്തിൽ വേറെ ഇല്ല. അത് കേൾക്കുമ്പോൾ ഈ സന്തോഷം പോരാ. ഈ മൈക്കിലൂടെ എൻ്റെ സഹോദരങ്ങളെല്ലാം ഈ വചനം കേൾക്കുന്നുണ്ട്. നമ്മുടെ ജനപ്രതിനിധികൾ ആശംസകൾ പറഞ്ഞപ്പോൾ അവർ നല്ല അനുഗ്രഹിക്കപ്പെട്ട പ്രിയപ്പെട്ടവരാണ്. നമ്മുടെ കൺവെൻഷന് നല്ല സപ്പോർട്ടാണ്. പക്ഷെ അവർ പറഞ്ഞതിൻ്റെ ഇടയിലും രണ്ടുപേരും പറഞ്ഞ വാക്ക്, ശ്യാം ബ്രദർ പിന്നെ രക്ഷിക്കപ്പെട്ട നമ്മുടെ കൂട്ടത്തിലുള്ള ആളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞില്ലെങ്കിലും മറ്റ് രണ്ടുപേരും പറഞ്ഞ വാക്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? പ്രതീക്ഷ യേശുവിൽ മാത്രമെന്ന് അവരും പറഞ്ഞു. കേട്ടോ, ലോകത്തിൽ സമാധാനമില്ല, ലോകത്തിൽ സ്വസ്ഥതയില്ല. പ്രതീക്ഷയുള്ളൊരു സന്ദേശം ഉണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബേദലഹേം എന്ന ദാവീദിൻ നഗരിയിൽ മഹാരാജാവായ യേശു ഉദയം ചെയ്തപ്പോ നിലാവിനെ വെല്ലുന്ന തേജസ്സിന്റെ നടുവിൽ ദൂതന്മാർ പാടിയൊരു പാട്ടുണ്ട്. അറിയാമല്ലോ എല്ലാവർക്കും. ചേർന്നെന്ന് പറഞ്ഞേ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. തീർന്നില്ല, സർവ്വജനത്തിനുമുണ്ട് മഹാസന്തോഷം. ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു, ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല, മനുഷ്യനായി പിറന്ന സകലർക്കും പ്രതീക്ഷയുടെ ഒരു സന്ദേശമുണ്ടെങ്കിൽ അത് സുവിശേഷമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ സ്വസ്ഥത കർത്താവ് തന്നില്ലേ? ഈ സമാധാനം കർത്താവ് തന്നില്ലേ? അതെന്തുകൊണ്ടാണ് സമാധാനം തന്നത്? ഞാൻ പറഞ്ഞല്ലോ, എബിയൊക്കെ ഓരോരുത്തർ പഠിച്ചവരാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പഠിച്ച ഒരു സഹോദരന് ഒരിക്കൽ 4 മണിക്ക് ബെല്ലടിക്കുമ്പോൾ എല്ലാവരും വീട്ടിൽ പോവാണ്. ഇവൻ വീട്ടിൽ പോകുന്നില്ല. അപ്പം ഞാൻ നേരെ അകത്തേക്ക് എന്നിട്ട് ചോദിച്ചു, എടാ നീ എന്താ പോകാത്തെ? നീ ഓർമ്മ എന്നോട് പറഞ്ഞു, അപ്പൻ നാട്ടി വന്നു. എന്താ വിഷയം എന്നറിയോ? അപ്പം മിലിട്ടറിയിലാണ്, നല്ല വീശും. വീട്ടിൽ വന്നിട്ട് പിള്ളേരെ തല്ലാണ്, അപ്പനെ തല്ലാണ്, അമ്മയെ തല്ലാണ്, പിള്ളേരെ തല്ലാണ്. ദിവസങ്ങളായി പിള്ളേരും അമ്മയും കിടക്കുന്നത് കന്നാലിത്തൊരുത്തില്ല. എന്നിട്ട് പാൻ്റ് ഒന്ന് മേളിലോട്ട് പൊക്കി കാണിച്ചപ്പോ അടിച്ച് പദം വരുത്തി വെച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, എടാ നീ അങ്ങ് വീട്ടിൽ പോ എന്ന് പറഞ്ഞു വിടുമ്പോഴും അവൻ കണ്ണ് നിറഞ്ഞ് എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. എടാ നീ പ്രാർത്ഥിക്കുന്ന ആളല്ലേ, പോകുന്ന വഴി വണ്ടി കയറി ഞാൻ ചാകാൻ പ്രാർത്ഥിക്കടാ. അവൻ അന്ന് വലിയ വീടുണ്ട്. പക്ഷെ എൻ്റെ വീടിൻ്റെ അവസ്ഥ ഇവിടെ ഇരിക്കുന്ന ചെറുക്കൊക്കെ അറിയാം. ഓടിട്ട വീടാണ്. വെള്ളം വീണ് കഴിഞ്ഞാൽ ഞങ്ങൾ സകല പാത്രം എടുത്ത് വെക്കും. എന്നാലും ആ ചോർച്ചയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു സൈക്കിൾ പോലും ഇല്ല. പക്ഷേ സൈക്കിൾ ഇല്ലെങ്കിലും വലിയ വീടല്ലെങ്കിലും വലിയ കുടുംബം അല്ലെങ്കിലും എനിക്ക് വീട്ടിൽ ചെന്ന് കയറാൻ ഒരു ആവേശമാണ്. അതെന്നാ കാര്യമെന്നറിയാവോ? കാശ് കൊണ്ട് കിട്ടാത്ത ഒന്ന് എനിക്ക് കിട്ടി. അതിൻ്റെ പേരാണ് സമാധാനം. അതെങ്ങനാ കിട്ടിയത്? യേശുവിൻ്റെ ഹൃദയത്തിനകത്ത് വന്നതുകൊണ്ടാണ്. ഇന്ന് രാത്രി ഞാൻ ഈ വചനം ഒരു പ്രവചന ദൂതായി ദേശത്തോട് വിളിച്ചു പറയുമ്പോൾ ആമേൻ പറയാൻ കഴിയുന്നവരെ കരമടിച്ചോണം. ദേശത്ത് സമാധാനമില്ലാതെ, ദേശത്ത് സ്വസ്ഥതയില്ലാതെ, ആത്മഹത്യയെ ചിന്തിച്ചുകൊണ്ട് ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ കയറ് കയ്യിലെടുക്കണ്ട, വിഷക്കുപ്പി കയ്യിലെടുക്കണ്ട, ട്രെയിൻ പാളത്തിൽ തലവെക്കണ്ട. നിനക്ക് ജീവരക്ഷയ്ക്കുള്ള മാർഗം ഇന്ന് രാത്രി വിളിച്ചു പറയാം. അത് സുവിശേഷമാണ്, അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏറ്റവും മനോഹരമായൊരു വാക്യം ഇവിടെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരൊക്കെ വേദിയിലുണ്ടായിരുന്നു. പക്ഷേ ടോൾസ്റ്റോയിയോ അല്ലെങ്കിൽ കാറൽ മാർക്സോ ലെനിനോ ഒന്നും പറയാത്ത ഏറ്റവും ഉജ്ജ്വലമായ വാചകം പറഞ്ഞത് എൻ്റെ നാഥനാണ്. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ചേർന്ന് പറഞ്ഞാൽ മതി, അറിയാവുന്ന വാക്യം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇന്ന് രാത്രി ഓടി ഓടി തളർന്ന് ക്ഷീണിച്ചാരെങ്കിലും വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിനക്ക് രക്ഷയ്ക്കൊരു സുവിശേഷം. അതാണ് ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. ഇത് പ്രതീക്ഷ നൽകുന്ന സന്ദേശമാണ്. ഇനി എന്തുകൊണ്ടാണ് സുവിശേഷം മറ്റുള്ളവരെ ആകർഷിക്കുന്നത്? ജനലക്ഷങ്ങൾ യേശുവിൻ്റെ പുറകെ പോകുന്നത്. 5-ാമത്തെ കാര്യം ഞാൻ പറഞ്ഞു വരട്ടെ. അടുത്തു വരുന്നവരെ ഇത്രയും അറിയുന്ന ഒരു വ്യക്തി ലോകത്തിൽ വേറെ ആരുമില്ല. അടുത്തു വരുന്നവരെ അറിഞ്ഞെന്ന് പോയിട്ട് ഒരനക്കം പോലുമില്ലാത്ത പലതിൻ്റെയും മുമ്പിൽ ജനം പെടാപ്പാട് പെടുമ്പോൾ
ഇന്ന് രാത്രി മനസ്സിലായവർ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഇതൊരു പരസ്യ മീറ്റിംഗ് ആണ്, മനസ്സിലായോ? അടുത്തു വന്നിട്ട് എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും ഒരു ചലനം പോലും ഇല്ലാത്ത പലതിൻ്റെയും മുമ്പിൽ പലതും ജനം കാണിക്കുമ്പോ ഇന്ന് രാത്രി ഒരു സ്തോത്രം പറഞ്ഞാലും സ്വർഗം ചായിച്ചിറങ്ങി വരാൻ കഴിവുള്ള, കണ്ണുണ്ടായിട്ടും കാണുന്ന, ചെവിയുണ്ടായിട്ടും കേൾക്കുന്ന, കാലുണ്ടായിട്ടും നടക്കാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം കിട്ടിയവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നമ്മളെ അടുത്തറിയുന്നൊരു ദൈവം. എത്ര സ്നേഹിച്ചെന്ന് പറഞ്ഞാലും സ്വന്തം ഭാര്യയ്ക്ക് ഭർത്താവിനെ പൂർണ്ണമായിട്ട് അറിയാവോ? അല്ല പറഞ്ഞേ, അറിയത്തില്ലെന്നേ. ഭർത്താവിന് ഭാര്യ അറിയാവോ? മക്കളെ അറിയാവോ? ഒന്നും അറിയത്തില്ല. ഒരു 30% അറിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യമുള്ളവർ. അല്ല, ഇവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ, വചനം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങളുടെ ഹൃദയം എനിക്കറിയാവോ? എന്നെ നിങ്ങൾക്കറിയാവോ? അറിയില്ല. പക്ഷേ 139 സങ്കീർത്തനം ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവേ നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നിന്റെ നിരൂപണം പോലും ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. അതിനൊരു സന്തോഷം വേണ്ടേ? ഹന്നാമ്മച്ചി ആലയത്തിനകത്ത് നിന്ന് പ്രാർത്ഥിച്ചപ്പോ അധര അനങ്ങിയതേ ഉള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. പക്ഷെ സ്വർഗത്തിലിരുന്ന അപ്പൻ അതുപോലും കേട്ടെന്ന, മനസ്സിലായോ? ഇന്ന് സുവിശേഷ യോഗത്തിന്റെ പ്രാരംഭ ദിവസം. മുമ്പോട്ട് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല, കാരണം വചനം എനിക്ക് പറയണമല്ലോ. എങ്കിലും നിങ്ങൾക്കൊരു പ്രതീക്ഷയുള്ള ദൂത് ഞാൻ പറയാം. ഞങ്ങൾ മുമ്പോട്ട് വിളിച്ചില്ലേലും, തലയിൽ കൈവച്ചില്ലേലും, ഇതിനകത്തിരുന്ന് ഹൃദയത്തിൻ്റെ അകത്തെ ഞരക്കം പോലും ശരിയായ രീതിയിൽ സ്കാൻ ചെയ്തെടുത്ത് നാളെയല്ല ഇന്ന് രാത്രി തന്നെ അത്ഭുതകരമായ വിടുതലയക്കാൻ കഴിവുള്ള ഒരു കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് രാത്രി സന്തോഷം അകത്തുണ്ടെങ്കിൽ ആ കരമൊന്നടിച്ച് കർത്താവിനൊന്ന് സ്തോത്രം ചെയ്താട്ട്. എൻ്റെ ഹൃദയം അറിയുന്നൊരു ദൈവം. ഹല്ലേലൂയ. നമ്മുടെ അധ്യക്ഷൻ നദനയേൽ പാസ്റ്റർ ആയതുകൊണ്ടാണ് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് അതും കൂടെ കയറി വന്നത്. ഈ നദനയേലിനെ കണ്ടപ്പോൾ കർത്താവ് ഒരു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിന്, ഇവനിൽ കപടയില്ല. സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്നറിയോ? ഇതുവരെ പുള്ളി നിഷ്കളങ്കനായിട്ട് നടന്നെങ്കിലും ആർക്കും ഇത് മനസ്സിലായില്ല. പക്ഷേ ഇവൻ ആരാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി തോന്നിട്ട് പറഞ്ഞു, തുടങ്ങിയതേ ഉള്ളൂ മോനെ, ഇനിയും നിന്നെ അറിയാൻ കിടക്കുന്നേ ഉള്ളൂ. മനസ്സിലായോ? എൻ്റെ അപ്പൻ എന്നെ അറിഞ്ഞിട്ട് 37 വർഷം ആയിട്ടുള്ളൂ. എൻ്റെ അമ്മ എന്നെ അറിഞ്ഞിട്ട് 37 വർഷം ആയിട്ടുള്ളൂ. എൻ്റെ ഭാര്യ എന്നെ അറിഞ്ഞിട്ട് 9 വർഷം ആയിട്ടുള്ളൂ. എൻ്റെ മോൾ എന്നെ അറിഞ്ഞിട്ട് 8 വർഷം ആയിട്ടുള്ളൂ. പക്ഷെ എൻ്റെ അപ്പൻ അറിഞ്ഞത് എപ്പോഴാണെന്നറിയാമോ? എൻ്റെ കർത്താവ് ഇരമ്യാവിനോട് പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ ഉരുവാകും മുമ്പ് ഞാൻ നിന്നെ അറിഞ്ഞതാ, ലോകസ്ഥാപനത്തിന് മുമ്പേ നിന്നെ അറിഞ്ഞതാ. ഇങ്ങനെയുള്ള വിളിക്ക് അർഹരായി തീർന്ന പ്രിയപ്പെട്ടവര്, കർത്താവിന് അല്പസമയം കരങ്ങൾ അടിച്ച് കർത്താവിനൊന്നും മഹത്വം കൊടുക്കാം. നമ്മെ അറിയുന്നൊരു ദൈവം. ഏതൊരാൾക്കും എന്തുകൊണ്ടാണ് യേശുവിനാൽ എല്ലാവരും ആകർഷിക്കപ്പെടുന്നത്? ജനസഹസ്രങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക്. ഇവിടെ പല പേരുകെട്ട പുള്ളികളുടെ അടുക്കലും പലർക്കും പോകാൻ പറ്റില്ല. പക്ഷെ ഏതൊരാൾക്കും പോകാൻ കഴിയുന്നൊരു സ്ഥലം, അത് യേശുവിൻ്റെ മുമ്പിലാണ്. തോമസ് കുട്ടി പാസ്റ്റർ എനിക്കറിയാം, വളരെ ഭവ്യതയുള്ള, ഞങ്ങളെയൊക്കെ മക്കളെ പോലെ സ്നേഹിക്കുന്നൊരു ദൈവദാസൻ. പല ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾക്ക് ഇരിക്കാൻ പോലും പറ്റത്തില്ല. ചെന്നിരുന്നാൽ പറയും, ഇങ്ങനൊരു നോട്ടം ഉണ്ട്, ഇവിടെ വന്നിരുന്നോ, കൂടെ പോലും ഇരുത്തില്ല പല ആൾക്കാരുമേ. പിന്നെ ചില ആൾക്കാരെ ഒന്നും കാണാൻ കിട്ടത്തില്ല, അതിന് വേറെ വകുപ്പുണ്ട്, അങ്ങനെ കാണാൻ പറ്റൂ. ഈ ലോകത്തിലെ ചോട്ടാ നേതാക്കന്മാരെ കാണാൻ പറ്റത്തില്ലല്ലോ. പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ 24 മണിക്കൂറും ഏതൊരാൾക്കും വരാം. എന്നെ കൊച്ചുനാളിൽ ആവേശം കൊള്ളിച്ചൊരു വാക്യമുണ്ട്. എന്താണെന്നറിയോ? ഞങ്ങൾ ഈ ഉള്ള ചർച്ചിലൊക്കെ പിള്ളേര് ഇങ്ങനെ പിള്ളേരാണ് അവന്മാർ പറയുന്നത്. പക്ഷേ കർത്താവ് പറഞ്ഞു, ശിശുക്കളെ എൻ്റെ അടുക്കലേക്ക് കയറ്റിവിട്, കാരണം അവർക്കാണ് സ്വർഗരാജ്യം. ഒരു പാപിനിയായ സ്ത്രീയെ കല്ലെറിയാൻ കൊണ്ടുവന്നപ്പോഴും സകല ആൾക്കാരും വന്നു നിന്നപ്പോഴും ചേർത്ത് പിടിച്ചൊരപ്പൻ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ചുങ്കക്കാരൻ്റെ വീട്ടിലൊന്നും ആരും പോയില്ല. ചുങ്കക്കാരൻ ഭ്രഷ്ട് കൽപ്പിച്ചവനാ, അവനെ അടുപ്പിക്കില്ല, അവനെ എഴുതി തള്ളിയവൻ. അവൻ്റെ വീട്ടിൽ ചെന്നെൻ്റെ യേശു. സ്തോത്രം. 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന സഹോദരി സഹിച്ചെന്നാണ് എഴുതിയിരിക്കുന്നത്, സഹിച്ചു. പക്ഷെ വിശ്വാസത്തോടെ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ അപ്പ സൗഖ്യം. ഇവിടെ തൊടാൻ പറ്റില്ല, തൊട്ട് കഴിഞ്ഞാൽ പലതും അശുദ്ധമാവും. പക്ഷേ എൻ്റെ യേശുവിനെ തൊട്ടിട്ട് ആരും അശുദ്ധമായിട്ടില്ല. ഏത് അശുദ്ധനും എൻ്റെ അപ്പനെ തൊട്ടാൽ അവൻ്റെ അശുദ്ധി മാറും. അവനെ ശുദ്ധമാക്കാൻ കഴിവുള്ളവനാ ദൈവം. മനസ്സിലായ പ്രിയപ്പെട്ടവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. കുഷ്ഠരോഗിയെ 7 അയല തടുപ്പിക്കത്തില്ല, പക്ഷെ അങ്ങനെയുള്ളവനെയും ചേർത്ത് പിടിച്ച് സൗഖ്യമാക്കിയ ഒരു കർത്താവ്. എൻ്റെ സ്നേഹിത, നീ കൊടും കുറ്റവാളിയായാലും, നീ മാരക രോഗത്തിന് അടിമയായാലും, നിന്നെ എല്ലായിടത്തും ഭ്രഷ്ട് കൽപ്പിച്ച വ്യക്തിയായാലും, നിന്നെയും ചേർത്തു പിടിക്കുന്ന ഒരു അരുമനാഥനെ ഇന്ന് രാത്രി ഇവിടെ പ്രസംഗിക്കുക. അവന്റെ പേരാണ് യേശു. ഹല്ലേലൂയ. ഈ സുവിശേഷ യോഗത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നെ ആർക്കും വേണ്ടേ? ബാ യേശുവിൻ്റെ അടുക്കൽ. യേശു ചേർത്തൊരു പിടിയുണ്ട്. ഞാൻ ചില ദിവസങ്ങൾക്ക് മുമ്പ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ അലറിക്കരഞ്ഞോണ്ട് വേദിയിലേക്ക് ഓടി വന്നു. എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ഞാൻ പ്രസംഗം കേൾക്കുമായിരുന്നു. ആ പ്രസംഗം കേൾക്കുമായിരുന്നു. പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ. വേദി പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പിൽ വന്നിട്ട് കരയുകയാണ്. പക്ഷേ ഞാൻ പ്രസംഗം കേൾക്കുമായിരുന്നു. എനിക്ക് കാശുള്ളപ്പോൾ, എനിക്ക് സൗന്ദര്യമുള്ളപ്പോൾ എല്ലാവർക്കും എന്നെ വേണമായിരുന്നു. പക്ഷേ ഇപ്പം ആരും എന്നെ അടുപ്പിക്കത്തില്ല, എല്ലാവരും എന്നെ എഴുതി തള്ളി. പക്ഷേ യേശു എന്നെ ചേർത്ത് പിടിക്കുന്നുള്ള സന്ദേശം കേട്ടിട്ടാണ് ഞാൻ അകത്ത് വന്നത്. അവനെയും രക്ഷപ്പെടുത്തിയൊരു സന്ദേശം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മടത്തറ ദേശത്ത് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പന് വേണ്ട, അമ്മയ്ക്ക് വേണ്ട, കൂടപ്പുറപ്പിന് വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, ആർക്കും വേണ്ടാത്തവനെയും യേശുവിന് വേണം. എത്ര പരാജയത്തിൻ്റെ പടുകുടി പോയവനെ ഒറ്റ നിമിഷം കൊണ്ട് പൊക്കിയെടുക്കാൻ കരുത്തുള്ള ഒരു സന്ദേശമുണ്ടെങ്കിൽ അതാണ് സുവിശേഷം. ഇന്ന് രാത്രി ഇരിക്കുന്ന ഭവനത്തിനകത്തിരുന്ന് വചനം കേൾക്കുമ്പോൾ തട്ടിക്കളയല്ലേ സ്നേഹിത. ഇതാകുന്നു സുപ്രസാദകാലം. നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ കർത്താവ് ഇന്ന് രാത്രി പദ്ധതിയിടുകയാണ്. ഹല്ലേലൂയ. ഈ മിഷണറി കഥകളൊക്കെ എന്തോ ആവേശജനകമാണെന്നറിയോ? കാര്യം ഈ നാട്ടിൽ വല്ല ഗുണം ഉണ്ടാക്കിയത് സുവിശേഷമാണ്. എന്തെങ്കിലും ഗുണം ഉണ്ടാക്കിയത് അയിത്തമില്ല, തൊട്ടുകൂടായ്മയില്ല, തീണ്ടിക്കൂടെ സകലത്തെ എടുത്തു കളഞ്ഞത് ഒന്നും വേണ്ട ഈ സുവിശേഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട മനുഷ്യനെ കന്നാലിയുടെ കൂടെ ഉഴുതോണ്ടിരുന്ന സമയത്ത് ഈ സുവിശേഷം സ്വതന്ത്രമാക്കി വിട്ട കഥ ചരിത്രത്തിന് പറയാനുണ്ട്. ഇവിടെ ആണായാലും പെണ്ണായാലും ഏത് ജാതിയിൽപ്പെട്ടവനായാലും ഏത് മാർഗത്തിൽപ്പെട്ടവനായാലും നിനക്കും ഒരു രക്ഷകൻ. എൻ്റെ പേരാണ് ക്രിസ്തു. നമ്മുടെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. ഇനി 7ാമത്തെ കാര്യം, ഇതുപോലെ എന്തുകൊണ്ടാണ് ക്രിസ്തുവിനാൽ ജനം ആകർഷിക്കപ്പെടുന്നത്? ഇതുപോലെ ആനന്ദകരമായൊരു ജീവിതം, ഇത്ര ത്രില്ലടിച്ചൊരു ജീവിതം വേറെ ഇല്ല. ഞാൻ വിചാരിച്ചു ഇത് കേൾക്കുമ്പോൾ ഒരു സന്തോഷത്തോടൊരു സ്തോത്രമൊക്കെ പറയുമെന്ന്. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരും മാത്രം ഇതിനൊന്ന് കരവടിച്ച് ദൈവത്തെ സ്തുതിക്കണം. എന്താണെന്നറിയാമോ? ഇത്ര ആനന്ദകരമായൊരു ജീവിതം, ഇത്ര ത്രില്ലടിക്കുന്നൊരു ജീവിതം. അതുകൊണ്ടാണ് പറയുക, ക്രിസ്തീയ ജീവിതം മാഹാത്മ്യം കണ്ടവർ യേശുവിനെ വിട്ടുപോവോ? എങ്ങനെ വിട്ടുപോകാൻ പറ്റും? ഇതറിഞ്ഞവന് വിട്ടുപോകാൻ പറ്റില്ല. നമ്മൾ പാടാറുണ്ട്, യേശുവോട് ചേർന്നിരിപ്പത്. സന്തോഷത്തോടാണോ പാടുന്നത്? യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ആമേൻ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ. നമ്മുടെ കാര്യങ്ങൾ പാടിയേ. യേശുവിനാ ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ഓ ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്നോടെന്നും എന്നിൽ വർദ്ധിച്ചിടുന്നേ, ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ആശ തന്റെ കൂടെ വാഴാൻ കാംക്ഷിച്ചിടുന്നേ. ഓ പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ആമേൻ. പോക്കി എന്റെ പാപമെല്ലാം തന്റെ യാഗത്താൽ നീക്കി എന്റെ
എന്റെ ശാപമെല്ലാം താൻ വഹിച്ചതാ. ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ, ഓർക്കും തോറും സ്നേഹമെന്നിൽ വർദ്ധിച്ചിടുന്നേ. ആർക്കും നേരം കൂടെ വാഴാൻ ഇന്നു സാധ്യമോ, ആർക്കും നേരം കൂടെ വാഴാൻ ഇന്നു സാധ്യമോ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. യേശുവോട് ചേർന്നിരിപ്പതെത്ര മോദമേ, യേശുവിനായി ജീവിക്കുന്നതെത്ര ഭാഗ്യമേ. ജീവിച്ചവർക്കറിയാം ഇതുപോലെ ത്രില്ലുള്ളൊരു ജീവിതം വേറെ ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരുടെ കാരണം എന്നറിയോ? നല്ലൊരു സഹയാത്രികനെ കിട്ടിയില്ലെങ്കിൽ യാത്ര പോക്ക. ഞാൻ ഈ വണ്ടിയൊക്കെ ഓടിച്ച് പോകുമ്പോൾ, ദീർഘയാത്രയിൽ പോകുമ്പം അങ്ങോട്ട് കയറിയ ഉടനെ ഛർദ്ദിച്ചു തുടങ്ങുന്ന കുറേ കക്ഷികളുണ്ട്. ഞാൻ കഴിവതും അങ്ങ് ഒഴിവാക്കാൻ നോക്കും. ബലഹീനത ഉണ്ടെങ്കിലും ഞാൻ പറയാം, ഒരു സഹയാത്രികൻ ശരിയല്ലേല് യാത്രയെ കുളവും. പക്ഷേ ഈ സിയോൻ യാത്ര, ക്രിസ്തീയ ജീവിതം ഇത്ര ത്രില്ലായ എൻ്റെ കാര്യം എന്തെന്നറിയോ? നമുക്ക് മുമ്പിൽ ഒരു നായകൻ പോകുന്നുണ്ട്. ആ നായകന്റെ പേര് യേശു എന്നാണ്. ആ നായകൻ എന്നെ നയിക്കുന്നിടത്തോളം കാലം ഈ യാത്രയിൽ എനിക്കൊരു ടെൻഷനില്ല. ആ നായകന്റെ പ്രത്യേകത ഞാൻ പറയുമ്പോൾ സന്തോഷമുണ്ടെങ്കിലൊന്നും ദൈവത്തെ ആരാധിക്കുന്ന തടസ്സമില്ല. എന്നറിയോ? തോൽവി അറിയാത്ത ജയവീരനായ ഒരു നേതാവ് എൻ്റെ നായകനാണെന്നുള്ളതിൽ അഭിമാനമുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. അത് കേവലം യുദ്ധം ജയിച്ചത് മാത്രമല്ല, ശത്രുവിനെ ജയിച്ചത് മാത്രമല്ല, മറിച്ച് മരണത്തെ ജയിച്ചവൻ ഒരുവനേ ഉള്ളൂ. അതാണ് എൻ്റെ നായകൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനൊരു നായകനാണ് മുമ്പേ നയിക്കുന്നത് എങ്കിൽ എന്തിനാണ് ടെൻഷൻ? എന്തിനാണ് ടെൻഷൻ? എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഏറ്റവും വലിയ സന്തോഷം, ഈ നായകൻ്റെ പ്രത്യേകത നമ്മളെ വഴിയിൽ ഇട്ടേച്ച് പോവില്ല. ഒരു ലക്ഷ്യമുണ്ട്. അതെവിടാന്നറിയോ? മരണമല്ല. എത്ര സ്നേഹിക്കുന്നതിനും ഭാര്യ വന്നിട്ട് അവസാനം ഒരു അന്ത്യചുംബനം എന്നിട്ട് അങ്ങ് പോവും. 2 ദിവസം കരയും, പിന്നെ കരച്ചിലും നിർത്തും. പക്ഷേ എൻ്റെ കൂടെ വന്ന കർത്താവ് തിരശീലിക്കപ്പുറവും കരം പിടിച്ച് നടത്താൻ കരുത്തുള്ളവനുണ്ടെങ്കിൽ അത് കർത്താവാണ്. സ്തോത്രം. മരണത്തിനപ്പുറത്ത് നയിക്കാൻ കഴിയുന്ന ഒരു നായകൻ ഒരിക്കലും വഴിയിലിട്ടേച്ച് പോവില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വിശ്വാസയാത്രയാ. ഒരിക്കലും തകരില്ലെന്ന്, കഷ്ടതയില്ലെന്നല്ല, വേദനയില്ലെന്നല്ല. വാക്യം, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കർത്താവല്ലേ കയ്യെ പിടിച്ചേക്കുന്നേ. അത് പൗലോസിന്റെ ഏറ്റവും ഉജ്ജ്വലമായൊരു വാക്യമുണ്ട്. അറിയാവുന്നൊരു ചേർത്ത് പറയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തൻ എന്ന് ഉറച്ചിരിക്കുന്നു. കർത്താവ് കൈ പിടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഞാൻ ചിലയിടങ്ങളിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ പൂച്ച കൊച്ചിനെ കൊണ്ടുവന്ന് കണ്ടുണ്ടോ? എങ്ങനെ കൊണ്ടുവന്നേ? പൂച്ച കുഞ്ഞിനെ കൊണ്ടുവന്ന കഴുത്തെ കടിച്ചോണ്ടാണ്. കഴുത്തെ കടിച്ചോണ്ട് പോകുമ്പോൾ ചിലപ്പം ഈ കുഞ്ഞുണ്ടല്ലോ ഇച്ചിരി വികൃതി മക്കളെയാണെങ്കിൽ ഒരു ചാട്ടം ചാടാൻ നോക്കുമ്പോൾ ഒരു കടിയും കൂടെ, എന്നാലും തള്ളപ്പൂച്ച വിടില്ല, ഒരു കടി. അപ്പം എനിക്ക് നൊന്തേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നാട്ടുകാരൻ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി നിന്നെ കടിച്ചതാ. മനസ്സിലായോ? 2025 തുടക്ക ദിവസങ്ങൾ നമ്മൾ വന്നിരിക്കുകയാണ്. 2024 ശത്രു എത്ര പ്രാവശ്യം പാഞ്ഞു വന്നിട്ടും ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നത് തമ്പുരാന്റെ കൃപയുടെ കരങ്ങളിൽ നമ്മളെ വഹിച്ചതുകൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ തെന്മലയൊക്കെ പോകുമ്പം ഈ കുരങ്ങ കുഞ്ഞിനെ കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? എങ്ങനെ കൊണ്ടുവന്ന്? പള്ളയ്ക്ക് പിടിച്ചോണ്ട, പള്ളയിൽ ഇങ്ങനെ പിടിച്ചോണ്ട, കുഞ്ഞാ പള്ളയെ പിടിക്കുന്നത്. എന്നാ ചാട്ടമായി തള്ള ചാടുന്നു. എത്ര ചാടിയാലും ഈ കൊച്ചിൻ്റെ കിടപ്പ് കണ്ടിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്നാ ചാട്ടമായി തള്ള. പക്ഷേ ഈ കൊച്ചിൻ്റെ പിടി കണ്ട അതെന്നാന്നറിയോ? കൊച്ചിന് ധൈര്യത്തോടെ പിടിക്കാൻ കാരണം അവക്കറിയാം ഞാൻ പിടിച്ചേക്കുന്നത് നാട്ടുകാരൻ്റെ പള്ളയിലല്ല, എൻ്റെ അമ്മയുടെ പള്ളയിലാണ്. അതുകൊണ്ട് അവിടെ കിടക്കുന്നിടത്തോളം കാലം നമ്മൾ സുരക്ഷിതരാ. ശത്രു റാഞ്ചി വരുമ്പോഴും കോഴിത്തള്ളയുണ്ടല്ലോ, കുഞ്ഞിനെ ചിറകിൻ കീഴി മറയ്ക്കും പോലെ കഴിഞ്ഞൊരു വർഷം നിന്നെ പരിപാലിച്ച ദൈവത്തിൻ്റെ സ്നേഹമോർത്ത് ഇന്ന് രാത്രിയിലും ദൈവത്തെ ആരാധിക്കാൻ കഴിയുമെങ്കിൽ മൗനമായിരിക്കാതെ അധരം തുറന്ന് കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് മരണം പോലും നമുക്ക് വിഷയമല്ല. എന്താ? ഫിലിപ്പിയർ 1:24 വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ എന്ന് പറഞ്ഞാൽ മരിച്ചാൽ അമ്മയെ പിരിയും, അപ്പനെ പിരിയും, ലോകത്തുള്ള ബന്ധങ്ങൾ സകലതും പിരിയും. പക്ഷെ നമുക്ക് വേണ്ടി പ്രാണൻ തന്ന അരുമനാഥന്റെ
അടുക്കലേക്ക് പറന്നു പോകുന്ന ദിവസങ്ങളാണ്. അപ്രത്യാശയകത്തുള്ളവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ പുറകെ ജനസഹസ്രങ്ങൾ പോകുന്നത്? 8ാമത്തെ കാര്യം പറയുകയാണ്. പത്രോസ് തന്നെ പറഞ്ഞൊരു വാക്കാണ്. ലോകം എന്നെ എന്താ പറയുന്നത്? നീ ഇരമ്യാ പ്രവാചകനാന്ന് പറയുന്നു, നീ ഏലിയാവെന്ന് പറയുന്നു. പക്ഷേ കർത്താവ് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? പത്രോസ് 2 ചുവട് മുമ്പോട്ട് വെച്ചിട്ട് പറഞ്ഞു, ഞാൻ പറയാം, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. അപ്പൊ തിരിച്ചു പറഞ്ഞു, പത്രോസേ, നീ അഴിച്ചാൽ അഴിയും, നീ കെട്ടിയാൽ കെട്ടും. പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയോ? യേശുവിൻ്റെ പുറകെ പോയവർക്കറിയാം, ഈ ദൈവപുത്രനെ കുറിച്ചുള്ള വെളിപ്പാട് അകത്ത് കയറിയാൽ ഞാൻ സാധാരണക്കാരനല്ല. ഞാൻ കെട്ടിയാലും കെട്ടും, ഞാൻ അഴിച്ചാലും അഴിയും. ഇന്ന് ഞാൻ പ്രസംഗിക്കുക, നാളെ ആരാ പ്രസംഗിക്കുന്നത് എനിക്കറിയില്ല. നാളെ അനീഷ് കൊല്ലം പാസ്റ്റർ പ്രസംഗിക്കുകയാണ്, ജോൺസൺ ദാനിയേൽ പാസ്റ്റർ പ്രസംഗിക്കുന്നു, രാജു വാനിക്കാട് പാസ്റ്റർ പ്രസംഗിക്കുന്നു. എല്ലാം പ്രഗത്ഭന്മാരായ ദൈവദാസന്മാരാ. പക്ഷേ ആ പ്രഗത്ഭതയിൽ ഒന്നും നടക്കില്ല. പക്ഷെ ഞങ്ങളെല്ലാം ഉയർത്താൻ പോകുന്നതിൽ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഈ ദൈവപുത്രനെ ഉയർത്തിയാൽ ഉറപ്പാണ് ഈ മടത്തറ കൺവെൻഷൻ സാധാരണ കൺവെൻഷൻ ആകില്ല. ഇതിനകത്ത് ചിലത് കെട്ടും, ഇതിനകത്ത് ചിലത് അഴിക്കും, ഇതിനകത്ത് ചിലതിനെ ഒഴിവാക്കും, ഇതിനകത്ത് ചിലതിനെ ചേർത്ത് പിടിക്കും. ഇതിനകത്ത് അത്ഭുത സൗഖ്യങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും, മുടന്തന്മാർ ചാടി എഴുന്നേൽക്കും. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ഉണ്ടെങ്കിൽ അവർ മാത്രം അധരങ്ങളെ തുറന്ന് കർത്താവിനെ ആരാധിച്ചോ. ഇതൊരു പ്രവചന ദൂതാണ്. പിന്നിട്ട കാലങ്ങളിൽ നടന്ന നിലമേൽ സെൻട്രൽ കൺവെൻഷൻ പോലെയാകില്ല. ഈ കൺവെൻഷൻ ഞായറാഴ്ച ആശീർവാദം പറയുന്നതിന് മുമ്പ് ഇതുവരെ കാണാത്ത ദൈവ പ്രവൃത്തിയുടെ മഹാസംഗമങ്ങൾ ഇതിനകത്ത് നടക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ഈ പ്രാരംഭ ദിവസത്തെ കൺവെൻഷൻ സമാപനമാകുന്നതിന് മുമ്പ് അത് ആരംഭിച്ചു തുടങ്ങുകയാണ്. ചില ശരീരങ്ങളിൽ അത്ഭുത രോഗ സൗഖ്യം നടക്കുന്നു. ഈ ഗ്രൗണ്ടിനകത്തു മാത്രമല്ല, ചില വിദൂര മണ്ഡലങ്ങളിൽ പോലും, ചില ഭവനാന്തരീക്ഷങ്ങളിൽ പോലും ദൈവശക്തിയുടെ വ്യാപാരം ഇന്ന് രാത്രി ആരംഭിച്ചു കഴിഞ്ഞെന്ന് ദൈവാത്മാവിൽ ദൂത് വിളിച്ചു പറയുമ്പോൾ ഏറ്റെടുക്കാൻ നിയോഗമുള്ള ദൈവമക്കൾ അധരങ്ങൾ തുറന്ന് കരങ്ങൾ അടിച്ച് ആത്മാവിൽ ദൈവത്തെ ആരാധിച്ചോ. ദൈവം അത് ചെയ്യുന്നു. അസാധ്യമെന്ന് കരുതിയ ചില വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് തലമുറകളുടെ മേൽ വെച്ച നുകങ്ങൾ ഇന്ന് രാത്രി പൊളിയുകയാണ്. ദേശത്ത് തന്നെ ചില മാരക രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. ചില കുടുംബങ്ങൾക്കകത്ത് ദൈവ പ്രവൃത്തി ഇന്ന് രാത്രി ചലിക്കുക. ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ അല്പസമയം ദൈവത്തെ ആരാധിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഇനി ഞാൻ സമയം നീട്ടുന്നില്ല. പക്ഷെ ഏറ്റവും പ്രസക്തമായി പറയേണ്ട ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. നമ്മൾ വായിച്ച വാക്യം 12:32, ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുക. പക്ഷെ ആ വാക്യം എങ്ങനെയാണ്? ഞാൻ ഭൂമിയിൽ നിന്നും ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും. അത് എന്താണെന്നറിയോ? അത് ക്രൂശീകരണമാണ്. അടുത്ത വാചകം എഴുതി വെച്ചു, അത് ക്രിസ്തുവിന്റെ മരണത്തെ സൂചിപ്പിച്ചതാണ്. അതിന്റെ അർത്ഥം എന്നാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണോ പ്രമേയം? ജനം ആകർഷിക്കപ്പെടും. നമുക്ക് കൺകെട്ട് വിദ്യ കാണിച്ച ആള് വരണ്ട. ഇന്ന് രാത്രിയിലും നാളെയും ഒക്കെ പ്രസംഗിക്കുന്ന പ്രസംഗത്തിന്റെ പ്രമേയം ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഇവിടെ വശീകരണത്തിന്റെ വാക്കുകൾ വേണ്ട, ഇവിടെ തമാശകൾ വേണ്ട, ഇവിടെ പൊട്ടിച്ചിരികൾ വേണ്ട. നമുക്ക് വേണ്ടി ജീവൻ തന്ന അരുമനാഥനെ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഇവിടെ ഉയർത്തട്ടെ. ബ്ലസം പാടിയാലും സിസ്റ്റർ പാടിയാലും ഞാൻ പ്രസംഗിച്ചാലും രാജുവാനിക്കാട് പ്രസംഗിച്ചാലും ഞങ്ങൾക്കെല്ലാം വരച്ചു കാട്ടാൻ ഒറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. ആ ക്രൂശാകട്ടെ നമ്മുടെ പ്രതീക്ഷ, ആ ക്രൂശാകട്ടെ നമ്മുടെ പ്രശംസ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ക്രൂശിനെ ഇന്ന് രാത്രിയിലും ഇവിടെ ഉയർത്തിയിട്ട് നമ്മൾ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നമ്മളെല്ലാവരും ദൈവസ്ഥലത്ത് എഴുന്നേറ്റ് നിന്നാട്ട് ആ ക്രൂശിനെ ഇന്ന് രാത്രിയിലും ഇവിടെ ഉയർത്തുകയാണ്. ഒരു കാര്യം മാത്രം ഓർത്താൽ മതി, നമ്മളാരും പെർഫെക്റ്റ് അല്ലായിരുന്നു. പക്ഷേ നമ്മളെ ഈ മാന്യതയിൽ കൊണ്ടുവരാൻ, ഈ ഒരു തലത്തിലേക്ക് ഉയർത്താൻ നമ്മുടെ അരുമനാഥൻ സഹിച്ച പെടാപ്പാട് അത് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കാൽവറിയുടെ ദർശനം ഹൃദയത്തിനകത്തേക്ക് വരട്ടെ.
നമ്മളെല്ലാം തെറ്റ് ചെയ്തിട്ട് അടികൊള്ളുന്നവരാ. പക്ഷെ ഒരു തെറ്റുപോലും ചെയ്യാത്ത എൻ്റെ അരുമനാഥൻ കൊണ്ടയാട്ടി മുഴുവൻ എൻ്റെ പാപത്തിന് വേണ്ടിയാണെങ്കിൽ, കോടതികൾ മാറി മാറി വിസ്തരിച്ചിട്ടും തെറ്റില്ലെന്ന് മാത്രമല്ല നീതിമാനാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടും ഇറങ്ങിപ്പോകാതിരുന്നത് എന്നോടുള്ള സ്നേഹം നിമിത്തമാണെങ്കിൽ, ഭാരമേറിയ മരക്കുരിശും തോളിൽ വഹിച്ചുകൊണ്ട് ഗോൽഗോത്താവിലേക്ക് വീണ്ടും എഴുന്നേറ്റും എൻ്റെ അരുമനാഥൻ നടന്നുപോയത് എന്നെ അത്രമാത്രം സ്നേഹിച്ചിട്ടുള്ളതാണെങ്കിൽ, ഇന്ന് രാത്രി ആ ഹൃദയത്തിനകത്ത് ദൈവസ്നേഹം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ഒരുമിച്ച് ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാൻ പോകുകയാണ്. കാൽവറി ദർശനം കാണുന്നതിന് മുമ്പിലായി അൻപിനാൽ ഉള്ളവും. ആ പാട്ട് പഴയ പാട്ടാണ്. നമ്മൾ ഒരുമിച്ച് പാടി നമ്മുടെ കർത്താവിനെ ആരാധിക്കാൻ പോവാണ്. അതിനു മുമ്പ് ഒരു വിഷയം ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ.